വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ NCPയിൽ ചർച്ചകൾ സജീവം. അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ NCP നേതൃത്വം യോഗം ചേർന്നിരുന്നു. അനൂപ് ദാസ് പൂനെയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഭാര്യയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കമാണല്ലോ നടക്കുന്നത്. ഇത് സുഗമമായി നടക്കുന്ന ഒരു കാര്യമാണോ? എന്താണ് വിശദാംശങ്ങൾ അനൂപ്? ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ സുഗമമായി നടക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാനാണിത്. കാരണം ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. പാർട്ടിക്ക് 41 MLA മാരായിരുന്നു നേരത്തെ ഉള്ളത്. അതിലൊരാൾ മരണപ്പെട്ട അജിത് പവാർ. ഇനി 40 MLA മാർ നിയമസഭയിലുണ്ട്. അപ്പോൾ ഉപമുഖ്യമന്ത്രി പദവും നേരത്തെ തന്നെ പാർട്ടിക്ക് ലഭിച്ചതുമാണ്. ഇനിയിപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രിയെ വേണം. ഇനി സുനേത്ര പവാർ അല്ലാതെ മറ്റൊരാളെ ഉപമുഖ്യമന്ത്രിയാക്കിയാൽ പാർട്ടിയിൽ മറ്റൊരു അധികാര കേന്ദ്രം കൂടി വളർന്നു വരും. അത് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ നിലയിൽ പാർട്ടിക്കകത്തെ ധാരണ പ്രഫുൽ പട്ടേൽ പാർട്ടി അധ്യക്ഷനാവുകയും സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രി ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. പിന്നീട് പ്രഫുൽ പട്ടേലിന് തന്നെ പാർട്ടിയെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള കുറേ ആളുകളും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിൽക്കുന്നത് ശരത് പവാർ എങ്ങനെ ഈ ഘട്ടത്തിൽ ഇടപെടും എന്നുള്ളതാണ്. പാർട്ടിയെ, അജിത് പവാറിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന പാർട്ടിയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ, അതല്ല രണ്ട് പാർട്ടികളിൽ ലയിച്ച് NDA പോകുമെന്നുള്ള ചോദ്യമുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി ആക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നും നാളെയുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ NCP നേതാക്കൾ കാണും.